ഹലോ ഹായ് എല്ലാവർക്കും ലേണിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ജൂലൈ മാസത്തിലെ ജോലി സാധ്യതകളെ കുറിച്ചിട്ടാണ്. ഒരുപാട് എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഓക്കെ, ബാങ്ക് എക്സാമിന്റെ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് ഇന്ത്യൻ ബാങ്ക് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. 1500 വാക്കൻസീസ് ആണ് ഇന്ത്യൻ ബാങ്കിൽ വന്നിട്ടുള്ളത്. 1500 അപ്രന്റീസിന്റെ ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അതില് കേരളത്തിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ പറയാനുള്ളത് എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ആണ്. ബിരുദം മതി, ബിരുദം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡെഡ്ലൈൻ ഓഗസ്റ്റ് 7 അപ്ലൈ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ www.indianbank.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. അപ്രന്റീസസ് ഇൻ ഇന്ത്യൻ ബാങ്കിൽ അപ്രന്റീസസ് എന്നുള്ള ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത്. പിന്നെ പറയാനുള്ളത് 44 വേക്കൻസീസ്, കേരളത്തിലും എന്തുണ്ട് വേക്കൻസീസ് ഉണ്ട്, 44 വേക്കൻസീസ് ആണുള്ളത്. പറഞ്ഞത് എന്താണ്, ഇന്ത്യൻ ബാങ്കിൽ 1500 അപ്രന്റീസിന്റെ ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. കേരളത്തിലും അവസരമുണ്ട്. യോഗ്യത എന്ന് പറയുന്നത് ബിരുദമാണ്. അവസാന തീയതി ഓഗസ്റ്റ് 7 ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ www.indianbank.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ബിരുദധാരികൾക്ക് ഇന്ത്യൻ ബാങ്കിൽ അപ്രന്റീസ് ആകാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്. കേരളത്തിലെ 44 ഉൾപ്പെടെ 1500 അവസരങ്ങളാണ് വന്നിരിക്കുന്നത്. ഓഗസ്റ്റ് 7 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. അപ്രന്റീസ് ആക്ട് 1961 പ്രകാരം 1 വർഷം പരിശീലനം ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ഇതിന്റെ സ്റ്റൈപ്പൻഡിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ക്വാളിഫിക്കേഷനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ ഇക്വാലിറ്റി ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഓർ ഇക്വാലിറ്റി ഇൻ എനി സബ്ജക്ട്. അപ്പൊ ഏതെങ്കിലും ഡിഗ്രി മതി, ബികോം വേണമെന്ന് പറഞ്ഞിട്ടില്ല. കാൻഡിഡേറ്റ്സ് ഷുഡ് ഹാവ് ഒബ്റ്റെയിൻഡ് ദ ക്വാളിഫിക്കേഷൻ ആഫ്റ്റർ April 1, 2021. പ്രൊഫിഷ്യൻസി ഇൻ ദ ഒഫീഷ്യൽ റീജിയണൽ ലാംഗ്വേജ് ഓഫ് ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ദേ ആർ അപ്ലൈയിങ് ഈസ് റിക്വയർഡ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ തത്തുല്യമാണ് പറഞ്ഞിട്ടുള്ളത്. 2021 ഏപ്രിൽ 1 ശേഷം യോഗ്യത നേടിയവരാകണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ ഔദ്യോഗിക പ്രാദേശിക ഭാഷയിൽ പ്രാവീണ്യം വേണം എന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശ്രദ്ധിക്കാം. ഏജ് ലിമിറ്റ് ഉണ്ട്, 20 to 28 വയസ്സ് വരെയാണ്. SC/STക്ക് 5ഉം അതുപോലെ തന്നെ 3ഉം ഭിന്നശേഷിക്കാർക്ക് 10 വർഷം ഇളവുകളാണുള്ളത്. വിധവകൾക്കും വിവാഹമോചിതരായ സ്ത്രീകൾക്കും ഇളവുണ്ടായിരിക്കും. യോഗ്യതയും പ്രായവും 2022 ജൂൺ 1 അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും കണക്കാക്കുക. ഓക്കെ, അപ്പൊ ഇറ്റ്സ് എ 1 hour ടെസ്റ്റ്. അത് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1 മണിക്കൂർ എക്സാം ആണ്. അതിൽ ഏതൊക്കെയുള്ളത്? ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, റീസണിംഗ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് കമ്പ്യൂട്ടർ നോളജ് ആൻഡ് ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഓൺലൈൻ പരീക്ഷയാണ്. പ്രാദേശിക ഭാഷാ പരീക്ഷ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, റീസണിംഗ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് കമ്പ്യൂട്ടർ നോളജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നിവ ഉൾപ്പെടുന്ന 1 മണിക്കൂർ പരീക്ഷയായിരിക്കും. 8 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 12 ക്ലാസ് വരെ പ്രാദേശിക ഭാഷ പഠിച്ചതിന്റെ രേഖ, അതായത് മാർക്ക് ഷീറ്റ് ഇല്ലേ, അത് ഹാജരാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഈ ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് ബാധകമല്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി എവിടേക്കാണ് എക്സാം സെന്റേഴ്സ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തില് കൊച്ചി, തിരുവനന്തപുരം, കണ്ണൂര്, കോഴിക്കോട്, തൃശ്ശൂർ എന്നിവിടങ്ങളിലാണ് പരീക്ഷാ കേന്ദ്രങ്ങളുള്ളത്. അപ്പൊ പറഞ്ഞത് യോഗ്യത എന്താണ് പറഞ്ഞത്? ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ തത്തുല്യമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പ്രായം 20 to 28 വയസ്സാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. സെലക്ഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ പരീക്ഷയാണ്. പ്രാദേശിക ഭാഷാ പരീക്ഷ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ ഉണ്ടായിരിക്കുക. അതിൽ ഏതൊക്കെ സബ്ജക്റ്റുകളാണുള്ളത്? ജനറൽ ഫിനാൻഷ്യൽ അവയർനെസ്, ജനറൽ ഇംഗ്ലീഷ്, റീസണിംഗ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് കമ്പ്യൂട്ടർ നോളജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നിവ ഉൾപ്പെടുന്ന 1 മണിക്കൂർ പരീക്ഷയാണ് കേട്ടോ. അപ്പൊ 8 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ +2 ക്ലാസ് വരെ പ്രാദേശിക ഭാഷ പഠിച്ചതിന്റെ രേഖ, അതായത് മാർക്ക് ഷീറ്റ്, രേഖ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നില്ലെങ്കിൽ മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നവർക്ക് ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല. കേരളത്തിലെ കൊച്ചി, തിരുവനന്തപുരം, കണ്ണൂര്, കോഴിക്കോട്, തൃശ്ശൂർ എന്നിവിടങ്ങളിലായിരിക്കും എന്തുണ്ടാവുക? പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കുക കേട്ടോ. പിന്നെ പറയാനുള്ളത് ഇതിന്റെ അപ്ലിക്കേഷൻ ഫീസ് ആണ് 800 രൂപയാണ്. അർഹർക്ക് ഇളവുണ്ട്. ഓൺലൈൻ ആയിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ളവ www.nants.education.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കാം. അതിൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.indianbank.in എന്നുള്ളതിൽ നോക്കിയാൽ മതി. അപ്പൊ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ www.nants.education.gov.in എന്നുള്ള വെബ്സൈറ്റിലും കൂടുതൽ വിവരങ്ങൾ, ഇനിയിപ്പോ ഇതിന്റെ ക്വാളിഫിക്കേഷനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ വരികയാണെങ്കിൽ ഏത് വെബ്സൈറ്റ് ആണ്? www.indianbank.in എന്നുള്ള വെബ്സൈറ്റിലും നോക്കിയാൽ മതിയാകും കേട്ടോ. എലിജിബിലിറ്റി അറിയാലോ, ഏതാണ്? യോഗ്യതയാണ് പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും വിഷയത്തിലാണ് ബിരുദം വേണമെന്ന് പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ഇക്വാലിറ്റി ആണ് പറഞ്ഞിട്ടുള്ളത്.
അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ ഔദ്യോഗിക അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയിലെ പ്രാവീണ്യം വേണമെന്നും പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്? ഓഗസ്റ്റ് 7-നാണ് പറഞ്ഞത്. ഇന്ത്യൻ ബാങ്കിൽ 1500 അപ്രന്റീസിന്റെ ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. കേരളത്തിലും അവസരമുണ്ട്. യോഗ്യത ബിരുദമാണ്. അവസാന തീയതി ഓഗസ്റ്റ് 7-ആണ്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ബാങ്കിന്റെ കാര്യങ്ങൾ എത്ര വാക്കൻസീസ് ആണ്? 1500 വാക്കൻസീസ് ആണ് നമ്മൾ പറഞ്ഞത്. കേരളത്തിലും ഒഴിവുകളുണ്ട്. നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് മറക്കരുത്. ഓഗസ്റ്റ് 7-ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. എലിജിബിലിറ്റി എന്താണ്? ഗ്രാജുവേഷൻ ആണ്. കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ www.indianbank.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഇന്ത്യൻ ബാങ്കിലെ അപ്രന്റീസിന്റെ ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. 44 വേക്കൻസീസ് ആണ് കേരളത്തിലും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് കാനറ ബാങ്ക് സെക്യൂരിറ്റീസ് ലിമിറ്റഡില് 35 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അതായത് കാനറ ബാങ്ക് സെക്യൂരിറ്റീസ് ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലായിട്ട് 35 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ജൂലൈ 31-നകം ഓൺലൈനായിട്ട് അപേക്ഷിക്കണം. മുംബൈ, ബാംഗ്ലൂർ നഗരങ്ങളിലായിരിക്കും നിയമനം. തസ്തികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, കമ്പനി സെക്രട്ടറി, ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീലർ, മാർക്കറ്റിംഗ്, ജൂനിയർ ഓഫീസർ, ട്രെയിനി തുടങ്ങിയവയാണ് വാക്കൻസീസ് വന്നിട്ടുള്ളത്. പ്രായം 22 to 30 വയസ്സ്. അപ്പൊ 22 to ഏജ് ലിമിറ്റ് ഉണ്ട്. 30 വയസ്സുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാണ്ട് പറ്റുള്ളൂ. 30 വയസ്സ് വരെ ഉള്ളവർക്ക് കേട്ടോ. പിന്നെ യോഗ്യത ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ www.canmoney.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. അപ്പൊ 35 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ എന്താണ് പറയുന്നത്? വിവിധ തസ്തികകളായിട്ട് 35 വാക്കൻസീസ് കാനറ ബാങ്ക് സെക്യൂരിറ്റീസ് ലിമിറ്റഡിൽ അല്ലെ. എപ്പോഴാണ്? ജൂലൈ 31-നകം ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതുണ്ട്. മുംബൈ, ബാംഗ്ലൂർ നഗരങ്ങളിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക. തസ്തികൾ ഏതൊക്കെയാണ്? ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, കമ്പനി സെക്രട്ടറി, ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീലർ, മാർക്കറ്റിംഗ്, ജൂനിയർ ഓഫീസർ, ട്രെയിനി തുടങ്ങിയവയാണ്. ഏജ് ലിമിറ്റ് ഉണ്ട് 22 to 30. ഓക്കെ, ഇനി പറയാനുള്ളത് ഏതാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഒരു വേക്കൻസീസ് ആണ്. നമ്മൾ ബാങ്കിന്റെ കാര്യങ്ങളെല്ലാം BOB, അതായത് ഏതാണ്? ബാങ്ക് ഓഫ് ബറോഡ ക്യാപിറ്റൽ മാർക്കറ്റ്സ് ലിമിറ്റഡിൽ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ തസ്തികയിൽ 80 വാക്കൻസീസ് ആണ്. BDM പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ പോസ്റ്റ് ആണ്. അതിൽ 80 വാക്കൻസീസ് ആണ്. ജൂലൈ 31 തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഉള്ളിൽ കേട്ടോ. കേരളത്തിൽ ഇതിൽ ഒഴിവുണ്ടാവില്ല എന്നുള്ള കാര്യം അറിയുക. അതുപോലെ തന്നെ യോഗ്യത ബിരുദവും അതുപോലെ തന്നെ ബന്ധപ്പെട്ട മേഖലയിൽ ചുരുങ്ങിയത് എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട്. 6 മാസത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ www.bobcaps.in. ഏതിന്റെയാണ്? ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ. 80 വാക്കൻസീസ്. 31-നകം ഓൺലൈനായിട്ട് അപേക്ഷിക്കണം. ഇത് സംസ്ഥാനങ്ങളിലായിട്ട് ഒഴിവുകളുണ്ട്. എന്നാൽ കേരളത്തിൽ ഒഴിവ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബിരുദവും ബന്ധപ്പെട്ട മേഖലയിൽ ചുരുങ്ങിയത് 6 മാസം എക്സ്പീരിയൻസും ആണ് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത്. എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട് അല്ലെ. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എഴുതി വെച്ചോ www.bobcaps.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാവും. ഇപ്പൊ കാനറ ബാങ്കിൽ 35 ഒഴിവ്, ബോബിൽ 80 ഒഴിവ് അല്ലെ. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ഏതാണ് എന്ന് നമുക്ക് നോക്കാം. അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് ഏതിലാണ്? SBIയിലാണ് അല്ലെ. SBIയില് 33 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഡെപ്യൂട്ടി മാനേജർ, ജനറൽ മാനേജർ, അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് തസ്തികകളായിട്ട് 33 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതും ജൂലൈ 31 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. മുംബൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക. ജോലി പരിചയമുള്ളവർക്കാണ് എന്ത് അവസരം ഉണ്ടായിരിക്കുക. ഓക്കെ, കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ HDPS ബാങ്ക് SBI വെബ് കാരിയേഴ്സിൽ നോക്കിയാൽ മതിയാകും കേട്ടോ. അപ്പൊ 33 വാക്കൻസീസ് ആണ്. എല്ലാം 31-നുള്ളിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SIDBI, അതായത് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ജനറൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തസ്തികയിൽ 76 വാക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഓഗസ്റ്റ് 11 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ഗ്രേഡ് A-B വിഭാഗം തസ്തികകളാണ് അവസരം. അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് A തസ്തികയിൽ 50 ഒഴിവും മാനേജർ ഗ്രേഡ് B തസ്തികയിൽ 26 ഒഴിവുകളാണുള്ളത്. അങ്ങനെയാണ് 76 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്താണ് പറഞ്ഞത്? സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക്, അതാണല്ലോ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതാണ് ഏത്? SIDBI എന്ന് പറയുന്നത്. അതിൽ 2025 റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് 11 വരെ. ബാക്കിയുള്ള ബാങ്കുകളൊക്കെ 31 വരെ അപ്ലൈ ചെയ്യാം. നമ്മൾ ഇന്ത്യൻ ബാങ്കിൽ 1500 അപ്രന്റീസിന്റെ കാര്യം പറഞ്ഞത് ഓഗസ്റ്റ് 7-നാണ് അപ്ലൈ ചെയ്യേണ്ടത്. എന്നാൽ കാനറ ബാങ്കിലും ബോബിലും SBIയിലൊക്കെ ജൂലൈ 31-നുള്ളിൽ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. SIDBIയിൽ ഓഗസ്റ്റ് 11 വരെ സമയമുണ്ട്. അപ്പൊ ആദ്യം അപ്ലൈ ചെയ്യുന്നത് കാനറ ബാങ്ക്, ബോബ് ക്യാപിറ്റൽ, SBIയിലുള്ളതാണ്. അതിന് എക്സ്പീരിയൻസ് ഏതിന് മാത്രമേ പറയുന്നുള്ളൂ? എക്സ്പീരിയൻസ് ബോബിലും അതുപോലെ തന്നെ SBIയിലും എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കാനറ ബാങ്ക് സെക്യൂരിറ്റീസ് ലിമിറ്റഡിലെ എക്സ്പീരിയൻസിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല. ഓക്കെ, SIDBIയിലും എക്സ്പീരിയൻസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ
സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ജനറൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തസ്തികയിൽ 76 വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഓഗസ്റ്റ് 11 വരെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കാം. ഗ്രേഡ് എ ബി വിഭാഗം തസ്തികകളാണ് അവസരമുള്ളത്. അസിസ്റ്റന്റ് മാനേജർ തസ്തികയിൽ 50 ഒഴിവും മാനേജർ തസ്തികയിൽ 26 ഒഴിവുകളാണ് ഉള്ളത്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നോട്ട് ചെയ്തോളൂ. www.sidbi.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.